നമസ്കാരം, എല്ലാവർക്കും സതൻ മെനുവിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ഇന്ന് ഞാൻ സതൻ മെനുവിൽ ചെട്ടിനാട് മട്ടൻ മസാലയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചിട്ടുള്ള ഈ ഒരു ചെട്ടിനാട് മട്ടൻ മസാല നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ മസാലയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെയുള്ള ബെലൈക്കൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മട്ടൻ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 കിലോ മട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ മട്ടന് കുറച്ച് വേവ് കൂടുതലാണല്ലോ, അതുകൊണ്ട് നമുക്ക് കുക്കറിൽ സെപ്പറേറ്റ് ആയിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതായിരിക്കും കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ എന്തായാലും ഞാനിത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം പുരട്ടി വെച്ചിട്ടുണ്ട്, ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനകത്തേക്ക് ഏകദേശം 1 ഗ്ലാസോളം 1 മുതൽ 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അധികം ഒഴിക്കരുത് കേട്ടോ, ഏകദേശം ഒന്ന് പകുതി മുങ്ങി നിൽക്കാൻ ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയാവും. കാരണം മട്ടൻ വേവുന്ന സമയത്ത് അതിൽ നിന്നും കുറച്ച് വെള്ളം പുറത്ത് വരാൻ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് അങ്ങ് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ വരുന്നതുവരെ ഒന്ന് വേവിക്കാം. അപ്പോൾ ഞാനത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് വെന്ത് വരുന്ന ഗ്യാപ്പിൽ നമുക്കിതിൻ്റെ മസാല ഒന്ന് റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കുക. അതിനകത്തേക്ക് ഏകദേശം 2 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി ചേർക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് കുരുമുളകാണ്. കുരുമുളക് ഏകദേശം 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം, അത് എരിവിനനുസരിച്ചിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 2 ടീസ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഉണക്കമുളകാണ്. ഉണക്കമുളകും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എരിവിനനുസരിച്ചിട്ട് വേണം അത് ചേർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറിയൊരു കഷ്ണം പട്ട, 3 ഏലക്കായ, 3 ഗ്രാമ്പൂ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക്കായിട്ടുള്ള മസാല എന്ന് പറയുന്നത്. പിന്നെ നമ്മളിതൊന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ചൂടായി നല്ലൊരു മണം വരാൻ തുടങ്ങും. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് നല്ലൊരു മണം വരാൻ തുടങ്ങും. അതുവരെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. പിന്നെ എരിവിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിനി പൊടികൾ വേറെ ഒന്നും ചേർക്കുന്നില്ല, ഇത് തന്നെയാണ് അതിൻ്റെ മസാല. അതുകൊണ്ട് ഉണക്കമുളകും കുരുമുളകും നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് വേണം എടുക്കാൻ. ഞാനിത് എടുത്ത് പറയുകയാണ്, കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചിക്കൻ കറി ഇട്ടപ്പോൾ അതിനകത്ത് കമൻറ്റ് വന്നു മുളക് ഒരുപാടാണെന്നുള്ളതൊക്കെ. അപ്പോൾ അതുകൊണ്ട് എരിവിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ചേർക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എടുത്തിരിക്കുന്ന മുളകിൻ്റെ എരിവായിരിക്കില്ല നിങ്ങളുടെ കയ്യിലുള്ളതിന്, അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അത് നമ്മൾ സൈഡിലോട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അതേ പാനിലേക്ക് തന്നെ ഞാൻ ഏകദേശം ഒരു 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കുവാണ്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിനകത്തേക്ക് തേങ്ങ ചിരകിയത് നമുക്ക് ചേർക്കാം. ഏകദേശം ഒരു 2.5 പിടി തേങ്ങ ചിരകിയത്. ഇപ്പോൾ കപ്പ് കണക്കിൽ പറയുകയാണെങ്കിൽ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ നമുക്ക് ചേർക്കാം. പിന്നെ ഈ തേങ്ങ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏകദേശം ഒരു 5 കശുവണ്ടി കൂടെ ചേർക്കുവാണ്. അപ്പോൾ ഈ തേങ്ങ ഒരുപാടൊന്നും ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു മീഡിയം ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്യുക. അതിൻ്റെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതിയാവും. നമ്മൾ ചിക്കനൊക്കെ വറുത്തരച്ച ചിക്കനൊക്കെ വെക്കുന്ന സമയത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യില്ല, അതുപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. ഇനി നമുക്കിത് വേറെ പാത്രത്തിലേക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്തേക്ക് സവോളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏകദേശം ഒരു മീഡിയം സൈസുള്ള സവോള സ്ലൈസ് ചെയ്തതാണ് ഇത്. ഇനി നമ്മളിതൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുപാടൊന്നും ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റേണ്ട ആവശ്യമില്ല. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇത് വഴറ്റിയെടുക്കുക. അപ്പോൾ നമുക്ക് ഈ മട്ടൻ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ 2 സവോള നമുക്ക് വേണം. അപ്പോൾ അതിൽ ഒരെണ്ണം ഞാനിപ്പോൾ വഴറ്റിയെടുക്കുവാണ്. അപ്പോൾ ഈ സവോള വഴറ്റുന്നതൊക്കെ ഇതിന് വേണ്ടിയിട്ടുള്ള മസാലയുടെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ചെട്ടിനാട് മട്ടൻ മസാലയ്ക്ക് ഇതിൻ്റെ മസാല തന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതാ ഏകദേശം ഇതുപോലെ ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതിയാവും. ഒരുപാടൊന്നും മൊരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല. ഇനി
സവോളയിലേക്ക് നമ്മൾ തക്കാളിയാണ് ചേർക്കേണ്ടത്. ഏകദേശം 2 മീഡിയം സൈസുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. ഇനി അതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ നമ്മൾ ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ച മണവും ടേസ്റ്റൊക്കെ ഒന്ന് മാറണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിക്കകത്ത് തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. അതുകൊണ്ട് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. തക്കാളി നന്നായിട്ട് വേവ് തന്നെ വേണം. അപ്പോൾ ഇത് നോക്കിക്കാൻ നമ്മുടെ തക്കാളിയും സവോളയും റെഡി ആയിട്ടുണ്ട്. ഇതും വേറെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക തണുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് തണുത്തതിന് ശേഷം നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന മസാല, അതായത് മല്ലിയൊക്കെ വറുത്തിട്ടുണ്ടായിരുന്നില്ലേ അത്, പിന്നെ തേങ്ങ കശുവണ്ടി കൂടെ ചേർത്തത്, പിന്നെ ഈ തക്കാളി സവോളയും ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ തണുത്തതിന് ശേഷം അരച്ചെടുക്കുക കേട്ടോ. ഞാനത് വീഡിയോയിൽ കാണിക്കുന്നില്ല. അപ്പോൾ അത് തണുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ പാത്രം എടുക്കുക, അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുക. പെരുംജീരകം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു സവോള സ്ലൈസ് ചെയ്തത്. ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു 2 സവോള വേണമെന്നുള്ളത്. ഒരെണ്ണം നമ്മൾ ഓൾറെഡി മസാലയ്ക്ക് വേണ്ടിയിട്ട് അരക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഒരെണ്ണം സ്ലൈസ് ചെയ്തിട്ട് ഇപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ സവോള വഴറ്റുന്നത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മുഴുവൻ സവോളയും മസാലയ്ക്ക് വേണ്ടിയിട്ട് അരച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഗ്രേവി ഫുള്ളായിട്ട് എന്താ പറയുക, അതിനകത്തൊന്നും കാണില്ല. തിക്ക് ഗ്രേവി ആയിട്ടായിരിക്കും കിട്ടുക നമുക്ക്. അപ്പോൾ അതിനിടയ്ക്ക് ചെറുതായിട്ട് സവോളയൊക്കെ ഉണ്ടെങ്കിലായിരിക്കും കുറച്ചും കൂടെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ടാണ് വഴറ്റുന്നത്. ഉപ്പ് ചേർക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ മട്ടനിൽ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇതിനകത്ത് ഉപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നോക്കിക്കാൻ നമ്മുടെ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഏകദേശം 2 വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കണം. നമ്മൾ ഓൾറെഡി മട്ടനിൽ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സമയത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചക്കുത്തൊക്കെ ഒന്ന് മാറണം. അപ്പോൾ വേറെ പൊടികളൊന്നും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. കാരണം എല്ലാം നമ്മൾ മസാലയായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗരം മസാലയോ അങ്ങനെയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം അതും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ആദ്യം മസാല ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടൻ ചേർത്ത് കൊടുക്കുക. നമ്മൾ സൈഡിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ഒഴിക്കുക കേട്ടോ. അപ്പോൾ മട്ടൻ്റെ വേവ് ഓരോ മട്ടനനുസരിച്ചിട്ടിരിക്കും. നിങ്ങൾ എടുക്കുന്ന മട്ടനനുസരിച്ചിട്ടിരിക്കും അതിൻ്റെ വേവ്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു മീഡിയം ഫ്ലെയിമിൽ 4 മുതൽ 5 വിസിൽ വരെ ഞാൻ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇതൊന്ന് റെഡിയായി വരുന്ന ഗ്യാപ്പിൽ നമ്മൾക്ക് മസാല ഒന്ന് അരച്ചെടുക്കുക. നമ്മൾ തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, ആ മസാല ഈ ഒരു സമയത്തൊന്ന് അരച്ചെടുക്കുക. അരച്ചിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ മസാല ഞാൻ നല്ല കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. കാരണം നമ്മൾ മട്ടനിൽ ഓൾറെഡി വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഗ്രേവിയുടെ തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്രേവിയുടെ തിക്നെസ് ഒന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് എത്രത്തോളം തിക്നെസ് വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ചട്ടിയിലായതുകൊണ്ട് അത് കുറച്ചും കൂടെ ഇരിക്കുന്തോറും ഒന്ന് കുറുകി വരും. അതായത് തിളക്കുമ്പോൾ കുറുകി വരും. അതുകൊണ്ട് ഞാൻ കുറച്ച് എക്സ്ട്രാ വെള്ളം ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്ന് ചേർക്കുക.
ഒരുപാട് ലൂസാക്കിയിട്ട് ഈ ചെട്ടിനാട് മട്ടൻ മസാല പ്രിപ്പയർ ചെയ്യരുത്, ടേസ്റ്റ് കാണില്ല. അപ്പം അത്യാവശ്യം കട്ടിയിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഞാൻ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരണം. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കിട്ടുക. അപ്പോൾ ഉപ്പൊക്കെ ഈ ഒരു സമയത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ചേർക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അടച്ചു വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇത് നോക്കിക്കേ, നമ്മുടെ മസാല നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിനകത്തേക്ക് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നോക്കിക്കേ, ഗ്രേവിയൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെട്ടിനാട് മട്ടൻ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കമൻസൊക്കെ താഴെ അറിയിക്കണം. അതേപോലെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിക്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അയച്ചു തരാനും മറക്കരുത് കേട്ടോ. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്